നോമ്പുകാലത്ത് മലപ്പുറം ജില്ലയിൽ എത്തുന്നവർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടില്ല എന്ന ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസമാണ് സുരേന്ദ്രൻ മാധ്യമങ്ങളോട് മുസ്ലിം സമുദായത്തിനെയും അവരുടെ വിശ്വാസങ്ങളെയും താറടിക്കുന്ന രീതിയിൽ സംസാരിച്ചത്. കേരളത്തിലെ ന്യൂനപക്ഷ ജാതിക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മതത്തിന്റെ പേരും പറഞ്ഞ് മുസ്ലിങ്ങൾ അടിച്ചുമാറ്റുന്നു എന്നും യഥാർത്ഥത്തിൽ ന്യൂനപക്ഷം എന്ന പേരിൽ സാമ്പത്തികമായി മുന്നോക്കാവസ്ഥയിലുള്ള മുസ്ലിങ്ങൾ പല മതവിഭാഗങ്ങളിലെയും വളരെ സാമ്പത്തികമായി പരിതാപാവസ്ഥയിൽ ഉള്ളവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൂടി തങ്ങളുടേതാക്കി വശപ്പെടുത്തി അനുഭവിക്കുകയാണ് എന്നും പറഞ്ഞു സുരേന്ദ്രൻ ശബരിമല വ്രതാനുഷ്ഠാനം തുടങ്ങുന്ന കാലത്തൊന്നും കേരളത്തിലെ ഒരു ജില്ലകളിലും മത്സ്യമാംസാദികൾ വിൽക്കാൻ പാടില്ല എന്നൊരു ഹോട്ടലുകളെയോ കച്ചവട സ്ഥാപനങ്ങളെയോ വിലക്കാറില്ല എന്നും ആരോപിച്ചു. എന്നാൽ മുസ്ലിങ്ങൾ നോമ്പ് നോക്കുന്ന ഒരു മാസം മലപ്പുറം ജില്ലയിൽ ഒരു തുള്ളി വെള്ളം പോലും ഒരു മനുഷ്യർക്കും കൊടുക്കില്ല എന്നുള്ള ശക്തമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇതിനു പുറമെ മുസ്ലിങ്ങൾക്കിടയിൽ വാക്സിൻ എടുക്കുന്നില്ല എന്നും വാക്സിനെതിരെയുള്ള ബോധപൂർവമായ ക്യാമ്പയിൻ നടത്തുകയാണ് എന്നും ആശുപത്രിയിൽ പോകുന്നതും മരുന്ന് കഴിക്കുന്നതും ചികിത്സാ സംവിധാനത്തെ പോലും മുസ്ലിങ്ങൾ മാറ്റിവെച്ച് മതം പറയുന്നത് മാത്രം കേട്ടാണ് ജീവിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. കൂടാതെ പല സ്കൂളുകളിലും നോമ്പുകാലത്ത് ഉച്ചക്കഞ്ഞി പോലും മുസ്ലിങ്ങൾ മുടക്കിയെന്നാണ് സുരേന്ദ്രന്റെ മറ്റൊരു ആരോപണം. രക്ഷകർതൃ സമിതി രൂപീകരിച്ചുകൊണ്ട് കഞ്ഞി വിതരണം നടത്താൻ പാടില്ല എന്ന തീരുമാനം കൈക്കൊണ്ടതിന്റെ പേരിൽ മറ്റു കുട്ടികൾ പോലും പട്ടിണി ഇരിക്കേണ്ടി വരുന്നു എന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. മുസ്ലിം ലീഗ് ഇതിനൊക്കെ കുടപിടിക്കുന്നു എന്നുള്ള വലിയ പ്രതിഷേധവും സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനൊക്കെ സുരേന്ദ്രന്റെ വായടച്ചുള്ള മറുപടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. വരുന്ന നോമ്പുകാലത്ത് കോഴിക്കോട് രാമനാട്ടുകര മുതൽ മലപ്പുറത്തെ എടപ്പാൾ വരെ യാത്ര ചെയ്യാൻ സുരേന്ദ്രൻ തയ്യാറുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ യൂത്ത് ലീഗ് തയ്യാറാണെന്നും അതിലൂടെ സുരേന്ദ്രന്റെ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം മനസ്സിലാക്കാമെന്ന് ഫിറോസ് ചങ്കൂറ്റത്തോടെ മതവിഷം തുപ്പി മറ്റു മതങ്ങളെ താറടിക്കുന്ന സുരേന്ദ്രനെ വെല്ലുവിളിച്ചു. നോമ്പുകാലത്ത് ജില്ലയിൽ കടകൾ തുറക്കാത്തത് കച്ചവടം കുറയുന്നത് കൊണ്ടാണെന്നും ഈ കാലയളവിൽ കച്ചവടം കൂട്ടാൻ സുരേന്ദ്രൻ ബി.ജെ.പിക്കാരോട് മലപ്പുറത്തേക്ക് പോവാൻ പറയട്ടെ എന്നും ഫിറോസ് പറഞ്ഞു. ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നുണ പറയുകയാണ്. സ്ഥാനം നഷ്ടപ്പെട്ടതിലെ നിരാശയാണോ ഇതിന് പിന്നിൽ എന്ന് വ്യക്തമല്ല. അത് എന്തു തന്നെയായാലും നോമ്പുകാലത്ത് വെള്ളം കിട്ടാതെ മരിച്ചവരുടെ ലിസ്റ്റ് പുറത്തുവിടണമെന്നും ഫിറോസ് പറഞ്ഞു. സുരേന്ദ്രൻ മതേതരത്വത്തെ കുറിച്ച് പറയുന്നത് ഹിറ്റ്ലർ അഹിംസാ സർട്ടിഫിക്കറ്റ് നൽകുന്നത് പോലെയാണ്. നുണകളിലൂടെ നിറഞ്ഞു നിൽക്കാനാണ് സുരേന്ദ്രന്റെ ശ്രമം. ഇത്തരം പരാമർശങ്ങളിൽ സംസ്ഥാന സർക്കാർ മറുപടി പറയണം. വിദ്വേഷ പ്രചാരണങ്ങളിൽ സർക്കാർ കേസെടുക്കണം. രാജ്യദ്രോഹ കുറ്റം പോലും ചുമത്തേണ്ട കൊടകര കേസിൽ സുരേന്ദ്രനെ സാക്ഷിയാക്കിയവരാണെന്നും ഫിറോസ് പറഞ്ഞു. കേരളത്തിൽ പിന്നോക്ക സംവരണം മുസ്ലിങ്ങൾ തട്ടിയെടുക്കുന്നു എന്ന ആരോപണത്തിൽ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. ജാതി സെൻസസ് നടത്തിയാൽ ഇതിലെ വസ്തുത വ്യക്തമാകും. ജാതി സെൻസസിനെതിരെ നിൽക്കുന്ന ബി.ജെ.പിക്ക് സുരേന്ദ്രന്റെ കെണി ഒരുക്കിയതാണോ എന്നും സംശയമുണ്ട്. മുസ്ലിങ്ങൾക്ക് അർഹമായതുപോലും ലഭിച്ചിട്ടില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നും ഫിറോസ് പറഞ്ഞു. ഇതോടെ സുരേന്ദ്രന് വായടച്ചുള്ള മറുപടിയാണ് ഫിറോസ് കൊടുത്തിരിക്കുന്നത്.